2024 മുതലാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ക്രിയേറ്റീവായിട്ടുള്ള പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞ പരിപാടി തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് വെച്ച് യൂഷ്വലി ഉള്ള പരിപാടി പോലെ അങ്ങ് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ. പക്ഷെ പുൽക്കൂട് ചെയ്ത് തീർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിയേ. ഇപ്രാവശ്യം എന്താണെന്നാലും പുള്ളിക്കാരൻ കുറച്ച് നേരത്തെ തുടങ്ങി. നവംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഇപ്രാവശ്യത്തെ പുൽക്കൂട് അങ്ങോട്ട് ഉണ്ടാക്കാൻ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനുണ്ടാക്കുന്ന പുൽക്കൂടിൽ 4 തൂണും അതിന് മേലെ ഒരു മേൽക്കൂരയും വൈക്കോലും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ കുറച്ചുകൂടെ പരിഷ്കാരത്തിന് വേണ്ടി പഞ്ഞിയൊക്കെ താഴെ ഇടുമായിരുന്നു കേട്ടോ. പണ്ടത്തെ ക്രിസ്മസിന്റെ മെയിൻ ആയിട്ടായിരുന്നു കേട്ടോ പല കളറിലുള്ള കളർ പേപ്പർ ഇടുന്നതും സീക്വൻസ് പേപ്പറും പിന്നെ ക്രിസ്മസ് കാർഡും ബലൂണും ഒക്കെ കെട്ടി ഈ പുൽക്കൂട് അങ്ങ് ചളകുളോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പുൽക്കൂടെന്ന് പറയുമ്പോഴത്തേക്ക് ആ നൊസ്റ്റു ഐറ്റമാണ് കേട്ടോ നമ്മുടെ എല്ലാവരും മനസ്സിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നല്ല ക്രിയേറ്റീവായിട്ട് ടൈം എടുത്താണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഈ പണിയൊക്കെ ചെയ്ത് തീർത്തത്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് നമുക്ക് പറയാതിരിക്കാതെ വയ്യ. ഓൾമോസ്റ്റ് 1 മന്ത് എടുത്തേ. ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് പുള്ളിക്കാരന് ഇഷ്ടപ്പെടാതാവും, അങ്ങനെ അതൊക്കെ പൊളിക്കും കേട്ടോ. പിന്നെ ഒന്നേന്ന് ചെയ്യും. ഇതായിരുന്നു ലാസ്റ്റ് 1 മന്ത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഈ കാരണവന്മാർ പറയുന്നത് പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടു കേട്ടോ. ആ പയ്യൻ ഇങ്ങനെയുള്ള പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അവൻ്റെ കയ്യിൽ 10,000 വരെയുള്ള ഈ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വിൽക്കാൻ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ മതിപ്പ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസിനെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.